വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക്. ഭാരതത്തിന്റെ ആണവ രഹസ്യങ്ങൾ പാകിസ്ഥാന് കൈമാറാനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം വീണ്ടും ചർച്ചയാകുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിലാണ് പഴയ വിവാദം വീണ്ടും ചർച്ചയാവുന്നത്. ഇത് സംബന്ധിച്ച രേഖകൾ വിക്കിലീക്സ് പുറത്തുവിട്ടിരുന്നു. ഗൗതം അനന്ത നാരായണൻ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്താണ് കൂടുതൽ ഈ ആണവ രഹസ്യങ്ങൾ പാകിസ്ഥാന് കൈമാറാനുള്ള മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം ചർച്ചയായി വന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, 1974 സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ ഭാരതം ആദ്യമായി അണുപരീക്ഷണം നടത്തിയത് ആ വർഷത്തിലായിരുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധി നടത്തിയ ചില പ്രസ്താവനകൾ, അതായത് പാർലമെന്റിലും അതല്ലാതെയുമായി ഈ ആണവ പദ്ധതിയുടെ രഹസ്യങ്ങളും മറ്റും നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാന് നൽകാൻ താൻ ഒരുക്കമാണ് എന്നൊരു തീരുമാനം, അല്ലെങ്കിൽ അത്തരമൊരു വളരെ വിവാദം നിറഞ്ഞൊരു നിലപാട് അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധി എടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് പാർലമെന്റിൽ ഇത്തരം ഒരു പ്രസ്താവന ഇന്ദിരാഗാന്ധി നടത്തുകയും ചെയ്തു. മാത്രമല്ല, അതിനുശേഷം അന്നത്തെ പാകിസ്ഥാന്റെ ഭരണാധികാരിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുമായി ഇന്ദിരാഗാന്ധി ഇത്തരം ഒരു സംഭാഷണം നടത്തി എന്നത് സംബന്ധിച്ച് ഒരു നിർണായകമായ ഡോക്യുമെന്റ് വിക്കിലീക്സ് പിന്നീട് പുറത്തുവിടുകയും ചെയ്തിരുന്നു. 2013 രണ്ടാം യു പി എ സർക്കാരിന്റെ അവസാന കാലത്തൊക്കെ ഈ വിവാദം വലിയ തോതിൽ കത്തിക്കീറുകയും ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിക്കിലീക്സിന്റെ ഈ ഡോക്യുമെന്റ് ആധികാരികമാക്കിക്കൊണ്ട് വലിയ വാർത്തകളൊക്കെ നൽകുകയും അതൊരു വിവാദമായി മാറുകയും ഒക്കെ ചെയ്തതാണ്. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ഈ വിഷയം സജീവ ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഒരു പ്രഖ്യാപിത യുദ്ധമല്ലായിരുന്നുവെങ്കിൽ പോലും 3 ദിവസം നീണ്ടുനിന്ന വലിയൊരു ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. അതിനൊരു പ്രഖ്യാപനം ഇരു രാജ്യങ്ങളുടെയും ഭാഗത്ത് നിന്ന് യുദ്ധപ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും മിസൈലുകൾ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും അതല്ലാതെ കരമാർഗവുമുള്ള യുദ്ധം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ സംഭവിച്ചു. മാത്രമല്ല, ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ കവാടങ്ങളിൽ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട മിസൈലുകൾ പതിച്ചു എന്നത് സംബന്ധിച്ചുള്ള വാർത്തകളും ശക്തമാണ്. ഭാരതത്തിൻ്റെ സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല, മാത്രമല്ല തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഭാരതത്തിൻ്റെ സൈന്യം പറയുന്നതെങ്കിൽ പോലും സ്ഥിരീകരിക്കാത്തതായ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മറ്റും റിപ്പോർട്ടുകളിൽ ഭാരതത്തിൻ്റെ ചില മിസൈലുകൾ പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ തൊട്ടടുത്ത് പതിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വ്യാപകമായി വരുന്നുണ്ട്. മാത്രമല്ല, അടുത്ത കാലത്തൊക്കെ പാകിസ്ഥാൻ അനാവശ്യമായി ആണവായുധം ഉപയോഗിക്കും എന്ന അനാവശ്യ ഭീഷണിക്കൊക്കെ മുതിരുകയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇത്തരം ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് കൃത്യമായ മറുപടി നൽകുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ രണ്ട് ആണവ രാജ്യങ്ങൾക്കും ഇടയിൽ ഇത്തരം വിവാദം കത്തിക്കേറുന്നതിനിടയിലാണ് നമ്മുടെ തന്ത്രപ്രധാനമായ ആണവ രഹസ്യങ്ങൾ ഒരു കാലത്ത് പാകിസ്ഥാന് കൈമാറാൻ പോലും കോൺഗ്രസിൻ്റെ സർക്കാർ, ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ തയ്യാറായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്ത, അതല്ലെങ്കിൽ അത്തരം അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ തീരുമാനം ഒരിക്കൽ കൂടി നമ്മുടെ രാജ്യത്ത് ചർച്ചാ വിഷയമാകുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം തെറ്റായ സമീപനമാണ്, അല്ലെങ്കിൽ രാജ്യരക്ഷയുടെ കാര്യത്തിൽ പലതിലും കോംപ്രമൈസ് ചെയ്യുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ സർക്കാരുകൾ മുൻപെടുത്തിട്ടുള്ളത് എന്നതാണ് BJP മറ്റും ഇപ്പോൾ ആരോപിക്കുന്നത്. ഈ വിഷയം BJP ആണ് ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് വരുന്നത്. കാരണം നിലവിൽ ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ഒക്കെ ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ചില പ്രത്യാരോപണങ്ങൾ BJPക്കും കോൺഗ്രസിനും ഇടയിലൊക്കെ രൂപപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ കോൺഗ്രസിന് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടുമില്ല എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മുൻപ് നടന്ന ഒരു സംഭവം, പഴയ വിവാദം ഒരിക്കൽ കൂടി ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയമാകുന്നത്. ദേവിക. ശരി ഗൗതം, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ചില ഭാഗത്തു നിന്നെങ്കിലും ചില ചോദ്യങ്ങളും മറ്റും ഉയർന്നു കേട്ട സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലടക്കം ചോദ്യം ചെയ്തതാണ് ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ ആണവ രഹസ്യങ്ങൾ പാകിസ്ഥാന് കൈമാറാൻ എടുത്ത തീരുമാനത്തെ കുറിച്ച്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വായടപ്പിക്കുന്ന തരത്തിലേക്കുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അഭ്യൂഹങ്ങളല്ല, രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസാരിക്കേണ്ടി വരുന്നത് എന്നൊരു പ്രതിസന്ധി കൂടി ഇപ്പോൾ ഈ കോൺഗ്രസ് നേരിടുന്നുണ്ടല്ലോ.
ദേവിക, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഇത്തരം ധാരാളം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് നമ്മുടെ ഭൂമി, നമ്മുടെ ഈ മഹത്തരമായ രാജ്യത്തിൻ്റെ ഭൂമി തന്നെ ശത്രു രാജ്യങ്ങളുടെ കൈകളിൽ പെട്ടുപോയത് തന്നെ കോൺഗ്രസിൻ്റെ നിലപാടുകളാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ അംഗീകരിച്ചില്ല എങ്കിൽ പോലും അത് ചരിത്രമാണ് എന്നത് നമുക്കറിയാവുന്നതാണല്ലോ. ഇപ്പോൾ POJK, ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യം ഏറ്റവും അധികം ഒരു യുദ്ധ സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും പോകുന്നത് തന്നെ POJKയുമായി ബന്ധപ്പെട്ടാണ്. അത് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ പാകിസ്ഥാൻ പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്കറിയാവുന്നതാണ്. 1947 നമ്മുടെ രാഷ്ട്രവിഭജനത്തിന് ശേഷമുണ്ടായ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ യുദ്ധം. ആ യുദ്ധത്തിൽ ഭാരതത്തിൻ്റെ സൈന്യം പൂർണ്ണമായി തന്നെ അത് പിടിച്ചെടുക്കാൻ സജ്ജമായിരുന്നു. കശ്മീരിലേക്ക് കടന്നു വന്ന പാകിസ്ഥാൻ്റെ പട്ടാളത്തെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ അയച്ച ഭീകരവാദികളെയും, ഈ രണ്ട് വിഭാഗത്തെയും തുരത്തിക്കൊണ്ട് നമ്മുടെ സൈന്യം ഇപ്പോഴത്തെ ജമ്മു ആൻഡ് കശ്മീർ പൂർണ്ണമായി പിടിച്ചെടുത്ത് നമ്മുടെ അധീനതയിലേക്ക് കൊണ്ടുവരുന്നു. ശ്രീനഗർ മേഖലയിലാണ് പാകിസ്ഥാൻ തമ്പടിച്ചിരുന്നത്. അതിനുശേഷം ഇന്നത്തെ POJKയിലേക്ക് കൂടി നമ്മുടെ ആർമി മാർച്ച് ചെയ്തുകൊണ്ട് POJK കൂടി പിടിച്ചെടുക്കുന്ന ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് അനാവശ്യമായി അവിടെ വെടിനിർത്തലിന് നയം പ്രഖ്യാപിക്കുകയും അതോടുകൂടി POJK ഇന്നിപ്പോൾ പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് കാശ്മീർ എന്ന രീതിയിലേക്ക് അത് കാര്യങ്ങൾ പോകുകയും ചെയ്തത്. അക്സായി ചിൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ചരിത്രവും സമാനമാണ്. ചൈന 1962 യുദ്ധകാലത്ത് പിടിച്ചെടുത്ത ഭാരതത്തിൻ്റെ പ്രദേശമാണ്. ആ പ്രദേശം ഇപ്പോഴും ചൈനയുടെ അധീനതയിൽ തന്നെയാണ് ഉള്ളത്. അക്സായി ചിന്നിനെ പറ്റി, ആ ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടതിനെ പറ്റി അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞത് അത് പച്ചപ്പുല്ല് പോലും കിളുക്കാത്ത സ്ഥലമാണ്, അതായത് പുല്ല് പോലും അവിടെ ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു ഭൂമി നമുക്കെന്തിനാണ് എന്ന നിലപാടായിരുന്നു നെഹ്റുവിന്. അപ്പോൾ POJK നമുക്ക് നഷ്ടപ്പെട്ടതാണെങ്കിലും അക്സായി ചിൻ നമുക്ക് നഷ്ടപ്പെട്ടതാണെങ്കിലും ഇതെല്ലാം നെഹ്റുവിൻ്റെ കാലഘട്ടങ്ങളിലാണ്. കോൺഗ്രസിൻ്റെ കാലഘട്ടങ്ങളിൽ ചൈന തുടർച്ചയായി അരുണാചൽ പ്രദേശിൻ്റെയും സിക്കിമിൻ്റെയും ലഡാക്കിൻ്റെയും ഒക്കെ അതിർത്തികളിൽ തുടർച്ചയായി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഭേദിക്കുകയും തങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞ് ഭാരതത്തിൻ്റെ പ്രദേശങ്ങൾ കൈയടക്കുകയും ഒക്കെ ചെയ്ത അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തിരുന്ന സർക്കാരാണ് കോൺഗ്രസിൻ്റേത് എന്നതാണ്. മലയാളി കൂടിയായ മുൻ പ്രതിരോധ മന്ത്രി AK ആൻ്റണി, അദ്ദേഹം ലോക്സഭയിൽ 2010 തുറന്നു പറഞ്ഞൊരു കാര്യമാണ്, ചൈന അതിർത്തിയിൽ തങ്ങൾ ഒരു തരത്തിലുമുള്ള സേനാവിന്യാസമോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒരു വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു മിലിറ്ററി മൂവ്മെൻറ്റിന് വേണ്ട ഒരു സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കുമായിരുന്നില്ല. കാരണം ചൈനയ്ക്ക് അത് പ്രകോപനം ഉണ്ടാക്കാൻ കാരണമാകും, ചൈന പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കെന്തോ വലിയ ബുദ്ധിമുട്ടാകും എന്ന രീതിയിൽ AK ആൻ്റണി തന്നെ നമ്മുടെ ലോക്സഭയിൽ തുറന്നു പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ ഉൾപ്പെടെ ലഭ്യമാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ തുടർച്ചയായി കോൺഗ്രസിൻ്റെ സർക്കാർ വിട്ടുവീഴ്ച ചെയ്തിരുന്നു. നമ്മുടെ ഭൂമിയും മറ്റും പിടിച്ചെടുക്കുന്നതിൽ, ശത്രു രാജ്യങ്ങളുടെ കൈകളിലാകുന്നതിലൊക്കെ കോൺഗ്രസിൻ്റെ തെറ്റായ സമീപനങ്ങൾ വഴിവെച്ചിരുന്നു എന്ന വസ്തുതയാണ് BJP പലപ്പോഴും രാഷ്ട്രീയമായി ഉയർത്തി കാണിക്കുന്നത്. ഇപ്പോൾ ഈ ആണവായുധങ്ങളുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് കൈമാറാൻ ഇന്ദിരാഗാന്ധി തയ്യാറായിരുന്നു എന്നത് വിക്കിലീക്സ് രേഖ മാത്രമല്ല, അത് അക്കാലത്ത് ഇന്ദിരാഗാന്ധി അത്തരം തുറന്ന പ്രസ്താവനയും നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് എത്രത്തോളം വിട്ടുവീഴ്ച ഇക്കാര്യങ്ങളിലൊക്കെ ഇന്ദിരാഗാന്ധി ചെയ്തിരുന്നു എന്നതാണ്. മാത്രമല്ല നമുക്കറിയാം, പിന്നീട് 1971 അതിന് മുൻപ് 74 ആണുപരീക്ഷണം നടക്കുന്നത്. 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് നമുക്കറിയാം ഏതാണ്ട് 1,00,000-അടുത്ത് പാകിസ്ഥാൻ പട്ടാളക്കാരെ പിടിച്ചെടുത്ത ഭാരതത്തിൻ്റെ സൈന്യം പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ പട്ടാളക്കാരെ മുഴുവൻ പാകിസ്ഥാനിന് വിട്ടുകൊടുക്കുകയും ഭാരതം പിടിച്ചെടുത്ത പ്രദേശത്ത് നിന്നും ഭാരതത്തിൻ്റെ സൈന്യം പിന്നോട്ട് മാറേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടായത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ്. മുൻപ് നെഹ്റുവിൻ്റെ ഭരണകാലത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. കോൺഗ്രസ് ഇത്തരം വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇക്കാര്യമാണ് BJP ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് BJP ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. ഇതാണ് ദേവിക. ശരി ഗൗതം.